നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട് അല്ല നിങ്ങൾ കണ്ടല്ലേ പടച്ചോനാണ് മുത്തുമോനെ ആരോട് പറയുന്നത് കേട്ടോ. ഷഫീന ബീവി പുറത്തുവിട്ട ചാറ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ചാറ്റ്. അയ്യോ കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ. മറ്റേതോ ഒരു വ്യക്തിയുമായിട്ട് രേണു സുധി നടത്തുന്ന ചാറ്റാണ്. അത് ശരി, ഇതാണല്ലേ പരിപാടി. പുള്ളിക്കാരത്തിന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ചാറ്റ് പോയേക്കുന്നത്. പണി ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK യിലാണ്, നാട്ടിലെത്തുമ്പോ കാണണം. മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ. കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. ആരാ ഇപ്പൊ കരിസ്മ? മാനേജരാ. അപ്പോ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ഇതിനകത്ത് ഏതോ ഒരു വ്യക്തി രേണുവിന്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. അപ്പൊ അവിടുന്ന് റിപ്ലൈ വരുന്നുണ്ട്, യാ ആക്കാം. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ ആം ഇൻ UK കാർ ഇത്ര ഗതികേടോടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു പുരുഷനല്ലടാ, ലൈനിട്ട് നോക്കിയതാ. ലൈനാ മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ ക്രിമികടി. അതിന്റെ അടിയിൽ ഹൗ മച്ച് വിൽ യു സജസ്റ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്നും പറഞ്ഞില്ല. ദിവസക്കൂലി 500 രൂപ. അതിച്ചിരി കൂടുതലല്ലേ? ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പൈസ ഒക്കെ കൊടുക്കണം. അപ്പം ഏത് തരത്തിലുള്ള മീറ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ അടിയിൽ പറയുന്നു, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ച സമയത്ത് മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങൾ എങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ.